അങ്ങനെ സർക്കാർ പൂർണ്ണമായിട്ടും ചെയ്യുകയും അതിന്റെ സർവേയുമായി ബന്ധപ്പെട്ട ആർക്കെങ്കിലും പരാതി ഉണ്ടെങ്കിൽ ആ പരാതി റെക്കോർഡ് ചെയ്യാനുള്ള ഒരു സംവിധാനം പോലും ഇല്ലാത്ത രീതിയിലേക്ക് ഇത് പോകുന്നു. സർക്കാർ പണം മുടക്കുന്നു. ആർട്ടിക്കിൾ 27 പറയുന്നത് എന്താണ്? ഇത്തരത്തിലുള്ള മതപരമായിട്ടുള്ള മെയിൻ്റനൻസിന്റെ ഒരൊറ്റ കാര്യത്തിനും നിങ്ങളുടെ ടാക്സ് പണം ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറയുന്നുണ്ട്. അപ്പൊ അതിന് വിരുദ്ധമായിട്ടുള്ള ഒരു കാര്യം ഇവിടെ വരുന്നു. സെക്ഷൻ 28 നോക്കൂ. 28 അനുസരിച്ച് വഖഫ് ബോർഡിന് നേരിട്ട് കളക്ടർക്ക് നിർദ്ദേശങ്ങൾ നൽകി കളക്ടറെ കൊണ്ട് കാര്യങ്ങൾ ചെയ്യിപ്പിക്കാനുള്ള അധികാരമുണ്ട്. നമ്മുടെ നാട്ടിലുള്ള ലാൻഡിന്റെ വിനിയോഗം എന്ന് പറയുന്നത് വളരെ പ്രോപ്പർ ആവുക, വളരെ സെൻസിബിൾ ആവുക എന്നതുമായി ബന്ധപ്പെട്ട് ഈ പരിഷ്കാരം അത്യന്താപേക്ഷിതമായിരുന്നു. പണ്ഡിതനാണെന്ന് തോന്നുന്നു. അർത്ഥം പറഞ്ഞൊന്നും കേട്ടില്ല. ലഭ്യമായ കണക്കുകൾ പ്രകാരം നമ്മുടെ രാജ്യത്ത് ഏകദേശം 30 വഖഫ് ബോർഡുകളിൽ 9 ലക്ഷം ഏക്കറോളം ഈ വഖഫ് ബോർഡുകൾ കൈകാര്യം ചെയ്യുന്നുണ്ടെന്നും ഏകദേശം 1.2 lakh crore വർത്ത് പ്രോപ്പർട്ടി ഇവർ കൈകാര്യം ചെയ്യുന്നുണ്ടെന്നാണ് ഇന്ത്യ ടുഡേ അടക്കമുള്ള പ്രമുഖ മാധ്യമങ്ങൾ പറയുന്നത്. ഈ അറിവ് എവിടെ നിന്ന് കിട്ടി? പത്രത്തിൽ നിന്ന് അടിച്ചു മാറ്റിയതാ. നമ്മൾ ഹിന്ദുക്കൾ ഓർക്കേണ്ട കാര്യം, നാളെ ഇത് ഏതെങ്കിലും ഗവൺമെന്റ് നമുക്ക് മേളിൽ ഇടുമെന്നുള്ളതാണ്. അതായത് നമ്മുടെ കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റിനോട് എല്ലാ ബഹുമാനത്തോടും കൂടി പറയട്ടെ, നാളെ ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ സ്വത്ത് മുഴുവൻ അവരുടെയാണെന്നും ജനങ്ങളുടെ ആണെന്നും പറയുന്നത് ഇതിന്റെ മറ്റൊരു വകഭേദമാണെന്ന് നമ്മൾ തിരിച്ചറിയണം. ആവേശം കൊണ്ട് ഓരോന്ന് വിളിച്ചു പറഞ്ഞ് തടിയേടാക്കണ്ട, പണിയെടുക്കാതെ ജീവിക്കാൻ നോക്ക്. കമ്പയർ ചെയ്യുന്നതിനാണ് നമ്മൾ ആപ്പിൾ ഓറഞ്ച് തമ്മിൽ കമ്പയർ ചെയ്യണോ? ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ വിഷയം എന്ന് പറയുന്നതിലേക്ക് പുതുതായിട്ട് പ്രോപ്പർട്ടി ആഡ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് സാധിക്കില്ല. രാഹുൽ തെറ്റായിട്ടുള്ള കമ്പാരിസൺ തെറ്റാണ്. രാഹുൽ, താങ്കൾ ബാലൻസിങ്ങിന് ശ്രമിക്കുകയാണോ എന്നാണ് ശ്രീജിത്തിന്റെ സംശയം. താങ്കൾ ബാലൻസിങ്ങിന് ശ്രമിക്കുന്നുണ്ടോ എന്നാണ് ശ്രീജിത്തിന്റെ സംശയം. വല്ല കാര്യമുണ്ടോ? എന്തിനാണ് ഇങ്ങനെ ഇല്ലാന്ന് നടക്കണേ? വഖഫ് എന്ന് പറയുന്നതിനേക്ക് ഇത് വീണ്ടും ഇങ്ങനെ കാര്യങ്ങൾ അക്യൂമുലേറ്റ് ചെയ്യാം എന്ന് പറയുന്നതും നിങ്ങൾക്ക് രേഖപ്പെടുത്തപ്പെടാൻ കഴിയാത്ത ഒരു കാലത്തിലേക്കുള്ള ഒരു പ്രോപ്പർട്ടിയും തമ്മിൽ എങ്ങനെയാണ് നിങ്ങൾ തുല്യപ്പെടുത്തിയതിനു ശേഷം ബാലൻസ് ചെയ്ത് സംസാരിക്കുന്നത് മാത്രമല്ല. ഇതൊരു നടത്തു പോണ മാതിരില്ല. തിരുച്ചെന്തറ വില്ലേജിലെ 450 ഏക്കർ എന്ന് പറഞ്ഞത് ഏത് മുസ്ലിം കൊടുത്തതാ? പറയൂ. ഇതെങ്ങനെ കറക്റ്റ് ആവുന്നേ? ഞാൻ ചോദിക്കട്ടെ രാഹുൽ, ഇത് വടി കൊടുത്ത് അടി വാങ്ങുന്ന പരിപാടിയാണല്ലോ ബാബു. അല്ല, അവിടെയാണ് മഞ്ജുഷ് ഒരു കാര്യം. ഇങ്ങനെ ഓവർ ക്ലെയിം ചെയ്യാൻ വരുന്നതിനെ നമ്മുടെ മുസ്ലിം സമൂഹം ആക്റ്റീവായി തള്ളി പറയുകയും അത് ചെയ്യാൻ പാടില്ലെന്ന് പറയണം. അതോടൊപ്പം എന്റെ രാഹുൽ ഈ ക്ലെയിം ക്ലാരിറ്റി കൊണ്ടുവരാം. ഇത് വല്ല ഇടങ്ങേറായല്ല. നമ്മൾ വിട്ടുകൊടുക്കാറുണ്ടോ? നമ്മുടെ കമ്മ്യൂണിസ്റ്റ് അമ്പലങ്ങളെ എങ്ങനെ ക്ലെയിം ചെയ്തു? പറഞ്ഞോണ്ടിരിക്കരുത്. ഒരു വരിയൊന്നും തീർന്നില്ല. ഖണ്ഡിച്ചോളൂ, എന്റെ വാദം എന്റെ വാദം. ഇങ്ങനെയാണെങ്കിൽ ഞാൻ കളിക്കല്ല, ഞാൻ നേരെ ചിറാപുഞ്ചിയിൽ പോയി മണം വിൽക്കാൻ പോണു. അമിതമായി ക്ലെയിം ചെയ്യുന്നത് പോലെ മുസ്ലിങ്ങളുടെ ഭാഗത്തു നിന്നും തെറ്റുണ്ടാകാം, അല്ലെങ്കിൽ നമ്മുടെ ഭാഗത്തും ഈ കേസിൽ നമ്മൾ ഒതുങ്ങേ ഉള്ളൂ. സ്വാമിയെ നിന്നേ അങ്ങനെ അങ്ങ് പോയാലോ.